ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷ് മുറിയിൽ ആലോചിച്ച് നിൽക്കുമ്പോൾ കമല ചെന്നിട്ട് എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. വേദ പറഞ്ഞതിനെ പറ്റി മറ്റോ ആണോ എന്ന് ചോദിച്ചപ്പം അതെ അദ്ദേഹം പറയുക. അപ്പോൾ വേദ ശരിക്കും നമ്മുടെ മോനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കമല പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ശരിയായ രീതിയിലാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എന്ന് മാഷ് കമലയോട് പറയപ്പോൾ കമല ഇങ്ങനെ നോക്കുക കേട്ടോ. സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട് കമല. അപ്പോൾ അങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ നന്നാക്കാനും രക്ഷപ്പെടുത്താനും കഴിയുമെന്നുള്ള തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു സംതൃപ്തിയാണെന്നുള്ള കാര്യം അച്ഛൻ ഇങ്ങനെ പറയുക. വേദ ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം അത് ചിലപ്പോൾ മാഷിന് ചിലപ്പോൾ അങ്ങനെ തോന്നണതാണെങ്കിലോ എന്ന് കമല മാഷിനോട് ചോദിച്ചു. ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചിട്ടും അവൻ മാറിയിട്ടില്ല. പക്ഷേ വേദയ്ക്ക് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലേ, അതും ആവത്തില്ലേ എന്നും കമല മാഷിനോട് ചോദിക്കാം. ചിലപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റായിരുന്നെങ്കിലോ മാഷെ എന്ന് കമല ചോദിക്കുമ്പോൾ മാഷ് നോക്കുവാണ്. ഇത്രയും കാലമായിട്ട് അവനെ മാല ഇടിയിപ്പിച്ച് വ്രതം എടുപ്പിക്കാനായിട്ട് എനിക്കോ മാഷിനോ കഴിഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. നമ്മളൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കുമായിരുന്നോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ആ കുട്ടിക്ക് അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനും അതിന് തയ്യാറായതുകൊണ്ട് തന്നെ അല്ലേ എന്ന് കമല മാഷിനോട് ചോദിക്കുക. അങ്ങനെ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ അവൻ ആ കുട്ടിയിൽ ഒരു വിശ്വാസം വന്നതുകൊണ്ടാവില്ലേ മാഷേ എന്ന് കമല ചോദിച്ചു. പിന്നെ അങ്ങനെ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാത്ത അവൻ്റെ മനസ്സ് അവൾക്ക് പിടികിട്ടി കാണും എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം എന്ന് മാഷ് കമല മാഷിനോട് ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നതിൽ എന്തായാലും ഒരു കാര്യം ഉണ്ടാവില്ലേ, നമ്മൾ വിചാരിക്കുന്ന അത്രയും തെറ്റുകാരനല്ല അവൻ എന്നുള്ളതാണ് സത്യമെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് അന്തം വിട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ പര സന്തോഷം നമുക്കുണ്ടോ മാഷേ എന്നൊക്കെ കമല ചോദിച്ചു കേട്ടോ. ഇതൊക്കെ നിന്നെപ്പോലെ എൻ്റെയും ആഗ്രഹങ്ങളാണ് കമല, യാഥാർത്ഥ്യം അങ്ങനെ ആകണമെന്നൊരു നിർബന്ധവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ അങ്ങനെ ആകരുത്, അവനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും തോന്നരുത് അവസാനമെന്ന് അദ്ദേഹം പറയുമ്പം എല്ലാ കാലത്തും അവൻ ഇതേപോലെ തന്നെ ആയിരിക്കണമെന്ന് മാഷ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കമല ചോദിച്ചു. ഇല്ലല്ലോ. അപ്പം നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ കമല? പിന്നെന്തുകൊണ്ടാ വേദ പറയുന്നതിനെ അംഗീകരിക്കാൻ മാഷ് മടിക്കുന്നത്? ഇനിയും മോഹിച്ച് മടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് കമല എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഷേ എന്ന് കമല പറയുവാണ്. അപ്പോൾ മാഷ് എൻ്റെ മനസ്സ് മാഷിനെ പോലെ അല്ല, അവൻ നന്നായി, അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, അവൻ്റെ ഭാഗത്ത് എന്തോ ഒരു സത്യം ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മാഷേ എന്ന് കമല പറയുമ്പം അങ്ങനെ സംഭവിക്കട്ടെ. സംഭവിച്ചാൽ അടുത്ത വർഷം ഈ വീട്ടിൽ നിന്ന് അവൻ മാത്രമായിരിക്കില്ല, ഞാനും നീയും അടക്കം 3 പേരായിരിക്കും മല ചവിട്ടുന്നതെന്ന് മാഷ് പറയുമ്പം സ്വാമി അനുഗ്രഹിക്കും മാഷേ, ഉറപ്പായിട്ടും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് കമല ഇങ്ങനെ ഇരിക്കും അവിടെ. അങ്ങനെ അവർ 2 പേരും കൂടി ഭഗവാനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് ഒക്കെ അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ശ്രീജയും വിഷ്ണുവും കൂടി അവിടെ ഇരുന്ന് ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, ലോൺ പാസ്സായ കാര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി വിശ്വസിക്കാതിരിക്കണ്ട, എല്ലാം സെറ്റായി എന്ന് ശ്രീജ വിശ്വനോട് പറയുന്നു കേട്ടോ. എൻ്റെ ഈശ്വര, ഒരു കുഴപ്പവും വരാതെ എല്ലാം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നടക്കും ശ്രീജയെ, തുടങ്ങി വെക്കുന്നത് നീയല്ലേ, ഞാനല്ലല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് പറഞ്ഞു. അതെന്താ വിശ്വൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു ഗതികെട്ടവനാന്നേ, ഞാൻ തൊട്ടാൽ ഒന്നും നേരെ ആവില്ല, അത് തന്നെയാണ് ശരിക്കും കാരണമെന്ന് പറയുമ്പോൾ എന്താ വിശ്വേട്ട ഇങ്ങനെ, ഞാൻ ഈ ഐഡിയ ആദ്യം പറഞ്ഞപ്പോഴായിരുന്നു ഉഷാറൊക്കെ പോയോ എന്ന് ശ്രീജ ചോദിച്ചു. അപ്പോൾ അതൊന്നും അല്ല, എൻ്റെ ജാതകത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ തൊടുന്നതല്ല ഇങ്ങനെ കുഴപ്പത്തിലാവുക. അവസാനത്തെ ജോലിയുടെ അവസ്ഥയും നീ കണ്ടതായിരുന്നില്ലേ, അപ്പം വിശ്വേട്ടനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ലേ അത്, അതിന് വിശ്വേട്ടനെ എന്ത് പഴച്ചു? വിശ്വേട്ടൻ അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. ഭാഗ്യമുള്ള ജാതകമായിരുന്നെങ്കിൽ ആ കുടുക്കിൽപ്പെടാതെ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു ശ്രീജയ എന്ന് ചോദിക്കുക. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. പിന്നെന്താ പതിവില്ലാതെ ജാതകത്തെ പറ്റിയൊക്കെ ഒരു സംസാരം. ഞാനെന്നൊരു പക്ഷിശാസ്ത്രജ്ഞനെ കണ്ടു, അയാളിങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഓ എൻ്റെ പൊന്നേ, വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ആരെയാ കണ്ടത്? കുണ്ടറ കമലാക്ഷിനെയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഒരുപാട് ആളുകൾ അയാളെ ചെന്ന് കാണുന്നുണ്ട്, കാര്യങ്ങൾ ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ 2-3 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ ആണോ, കുണ്ടറയെ പറ്റി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഫോണിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ഓ അത് നീ പറഞ്ഞാൽ ശരിയാട്ടോ, തിരക്ക് അത്രയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, വിഷയത്തിലേക്ക് വാ. അപ്പം തത്ത ചീട്ടെടുത്ത് നോക്കിയപ്പം അയാൾ അതിലേക്ക് നോക്കി അങ്ങ് കുറച്ച് നേരം ഇരുന്നു. തൊട്ട് മുൻപത്തെ ആളിനോട് പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താ പറയേണ്ടതെന്ന് ഒരു പക്ഷെ ആലോചിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പം ഇതാ പറഞ്ഞത്, നിനക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ലയെന്ന്.
എടി തൊട്ട് മുമ്പുള്ള ആളിനോട് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലല്ലോ. പറ്റിപ്പേരാണെങ്കിൽ അയാൾക്ക് അത് തന്നെ എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു വിശ്വനെ. പക്ഷെ ഒരു കാര്യം തന്നെ ആവർത്തിക്കുമ്പോൾ കുണ്ടിറക്കി ബോറടിക്കത്തില്ലേ, എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വേണ്ടേ, അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു വിശ്വം കൊതി കുത്തിയിരിക്കുമ്പോൾ പാറ വിശ്വമായിട്ടാ എനിക്ക് കേൾക്കാൻ കൊതിയായിട്ടല്ലേ പാറ എന്നും പറഞ്ഞു ശ്രീജ പറയിപ്പിക്കുവാണേ. അയാൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നോട് അയാൾ ചോദിക്കുക, തുടങ്ങിയതൊന്നും ഇന്നേ വരെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അല്ലേന്ന്. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെന്ന് പറയുമ്പോൾ ആണോ, ഇതുവരെ ചെയ്തതെല്ലാം പഴച്ചിട്ടേ ഉള്ളൂ അല്ലേ, ഇനി മുന്നോട്ട് ചെയ്യുന്നതിനും അതാണ് വിധി എന്ന് അയാൾ പറഞ്ഞെന്ന് പറയുമ്പോൾ ഷോ ആണോ, അത് കഷ്ടമാണല്ലോ വിശ്വട്ടാ, പരിഹാരമൊന്നും അയാൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ മുജ്ജന്മത്തിൽ ഏതെങ്കിലും തെറ്റാകുവാണത്രേ, ഏതോ ഒരു കോവിൽ പോയിട്ട് ഓല നോക്കിയാൽ പറയാമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതിപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ലല്ലോ. ദേ അതിന് ഒരു മാർഗമുണ്ട്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ അഗസ്ത്യ മുനി നമ്മുടെയൊക്കെ ജാതകം എഴുതി വെച്ചിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അത് തന്നെ അങ്ങേരും പറഞ്ഞത്. അത് പ്രകാരം വിശ്വേട്ടൻ കഴിഞ്ഞ ജന്മത്തിൽ അപ്പോൾ ഏതാണ്ട് ഒരു പേരൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലെ കുതിരാലയക്കാരനായിരുന്നു, പേര് സുന്ദരേശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ ഇങ്ങനെ കഥ പറയുക. അപ്പോൾ അത് വിശ്വനിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും കേട്ടോ. ദേ അടുത്ത ജന്മത്തിലും നീ അങ്ങനെ ആവർത്തിക്കണമെന്ന് കഴിഞ്ഞ ജന്മത്തിലേ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ ജന്മത്തിലും വിശ്വൻ ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അന്ന് കൊട്ടാരത്തിൽ ഒരു പ്രശ്നക്കാരനായിരുന്നു വിശ്വൻ എന്നാണ് ശ്രീജ പറഞ്ഞു വെക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിശ്വന് ചിരി വന്നു കേട്ടോ. വിശ്വനൊന്ന് ചിരിച്ചു. ആ കുണ്ടറ കമലാഷിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്നാ പറഞ്ഞേ, അത് പിന്നെ നമ്മുടെ കാഞ്ഞിരംകവല ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ആ അഡ്രസ്സ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ, വേദയെ കൊണ്ടൊരു കേസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഭാവി പറഞ്ഞു തരുന്നതിന് കേസോ? അതിന് വേണ്ടിയിട്ടല്ല, അതിനുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പിടിച്ച് കൂട്ടിലിട്ടിട്ട് ഇമ്മാതിരി പണിയെടുപ്പിക്കുന്നതിനെതിരെ ഉറപ്പായിട്ടും വകുപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം ശ്രീജ വിശ്വത്തോട് പറയും. അപ്പോൾ വിശ്വൻ എന്ന് ചിരിച്ചു. വിശ്വേട്ടാ, സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തവരും അധ്വാനിച്ച് ജീവിക്കാൻ മടിയുള്ളവരുമാ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ കേട്ട് ജീവിതം വെറുതെ പാഴാക്കി കളയുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുക. അന്നേരം ശ്രീജ, നിങ്ങളെപ്പോലെ എനിക്കതിന് തീരെ സമയമില്ല, ഇതൊന്ന് ശരിയാക്കി എടുത്തിട്ട് വേണം എൻ്റെ മോളെ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താനായിട്ടെന്ന് ശ്രീജ പറയുമ്പോൾ വിശ്വൻ ഇങ്ങനെ ഒന്ന് ചിരിച്ചു. ഞാൻ ഈ സംരംഭം തുടങ്ങുകയും ചെയ്യും, അത് വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. വിശ്വൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടല്ലോ, ദേ നിൻ്റെ കയ്യിൽ നിന്ന് 4 ശമ്പളം കിട്ടുന്നത് ചെറിയ കാര്യമില്ലാണോ ശ്രീജ, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനിടയിൽ ഇമ്മാതിരി കുണ്ടറ കമലാഷന്മാരെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വന്ന ഞാനിനി പോവില്ല, ഉറപ്പ് ഞാനിനി പോവത്തേ ഇല്ല. എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, പോയാലേ ഞാൻ മുൻജന്മത്തെ ദേ ആ രത്നവാളിനേക്കാൾ മോശമാകും കേട്ടോ എന്ന് പറഞ്ഞു. മുൻജന്മോ? 2 തല്ലങ്ങ് തരും കേട്ടല്ലോ, കൊല്ലാനാ. അപ്പോൾ നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയെ പോലെയൊക്കെ ആയിട്ടോ സംസാരിക്കുന്നത് ശ്രീജേ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അത്രയേ ഉള്ളൂ ചേട്ടാ. നിങ്ങളെ ആരാ കമ്മ്യൂണിസ്റ്റ് ആക്കിയേ? എന്നെ മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് 2 പേരോട് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വൃത്തിയാക്കി അയൺ ചെയ്ത് കൊണ്ട് കൊടുക്കുവാണ് നമ്മുടെ വേദ. അപ്പം നിങ്ങളുടെ കുറച്ച് തുണി അയൺ ചെയ്താന്ന് പറഞ്ഞു. അപ്പം നീ ഇതിനൊക്കെ നിൽക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് വിക്രം പറഞ്ഞു. എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ തന്നെ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ സ്വാമി, ഇത് ഞാൻ ചെയ്തതൊന്നുമല്ല, എനിക്കതിനോടുള്ള താല്പര്യവും ഇല്ല, എൻ്റെ കുറച്ച് ഡ്രസ്സ് കൊടുത്തപ്പോൾ കൂട്ടത്തിൽ കൊടുത്തന്നേ ഉള്ളൂ എന്ന് വേദ പറഞ്ഞു. 4 പീസിന് 20 രൂപ വെച്ച് 80 രൂപ തന്നാൽ അതും ഞാൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കണ്ണുമെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വേദ ഷർട്ടിനകത്തുള്ള പൈസ എടുക്കാനായിട്ട് ചെന്നു തപ്പി ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതിൽ കുറേ പൈസയുണ്ട്. വേദ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എണ്ണി നോക്കി. അങ്ങനെ ഒരു 100 രൂപ കണ്ടു. ആ 100 രൂപ എടുത്തു. എന്നിട്ട് വേദ അങ്ങ് പോകുമ്പം വിനായകൻ ചേട്ടൻ്റെ കാര്യം എനിക്കറിയാവുന്ന നീ അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു വിക്രം. അപ്പോൾ ഇതുവരെ ഇല്ല, എന്ന് ഞാനത് അറിയിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, നീ അത് പറയാൻ നിൽക്കണ്ടെന്ന് വിക്രം വേദയോട് പറയാം. പിന്നെ പക്ഷേ അത് വെച്ച് നീ കുറെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു വേദ. അല്ല, നന്ദിനി അടുത്തോടുള്ള ദേഷ്യം തീർക്കാൻ നീ വിനായകൻ ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വിക്രം ചോദിക്കാം. ദേഷ്യം തീർക്കാനോ? ആര് പറഞ്ഞു എന്ന് വേദ ചോദിച്ചു. ആരും ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ മുറി അടിച്ചു കഴിച്ച കാര്യത്തെപ്പറ്റിയാണോ പറഞ്ഞു വരുന്നേ? അപ്പോൾ കുറച്ച് നേരത്തെയാ ഏട്ടത്തി എന്നോട് പറഞ്ഞത്. അതിന് നീ പറഞ്ഞ ജോലി ചെയ്യില്ലെന്ന് വിനായകൻ ചേട്ടനെ നീ മോശമായിട്ട് എന്തോ പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഏട്ടത്തിക്ക് നീ തല്ല് വാങ്ങിച്ചു കൊടുത്തെന്നാ പറഞ്ഞെന്ന് പറയുമ്പം വേദയ്ക്ക് ചിരി വന്നു. അപ്പോൾ നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വരില്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ വിനയേട്ടൻ നന്ദിനിയെടുത്തി തല്ലണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ നടന്നിട്ടുണ്ടാവത്തുള്ളൂ, ഭീഷണി.
അല്ലാതെ അത് സംഭവിക്കില്ല. പണ്ട് നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നു. നീ ഭീഷണിപ്പെടുത്തി കാണും. ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അപാര ബുദ്ധിയാണല്ലോ പക്ഷേ. അപ്പം ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതിയെന്ന് വിക്രം പറഞ്ഞില്ലയോ സത്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തിന്? നന്ദിനി അടുത്തിയുടെ പത്തി ഒന്ന് താഴ്ത്താൻ വിനായകൻ ചേട്ടനെ കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്ന് പൊട്ടിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് വേദ പറയാം. അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ തല്ലല്ലേ, അതിന് തടസ്സമൊന്നുമില്ലല്ലേ എന്ന് വിക്രം ചോദിച്ചു. ഇത് ഭർത്തൃപീഡനത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്നും കുടുംബത്തിന്റെ മൊത്തം അന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ സമാധാനപ്രിയമുള്ള മറ്റൊരാളുടെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ മാത്രമാണ് അങ്ങനെ ഇതിനെ കാണാൻ പാടുള്ളൂ എന്ന് വേദ പറയുക. ഇങ്ങനെ പോയാൽ എനിക്കും ഇടപെടേണ്ടി വരും എന്ന് വിക്രം പറയുമ്പോൾ നടക്കില്ല സ്വാമി. ഒന്നാമത് മാലയിട്ടതിന് ശേഷം സ്വാമിക്ക് കലഹിക്കാനേ സാധിക്കില്ല. പിന്നെ മാല ഊരിക്കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡും മാറുമല്ലോ എന്ന് വേദ വിക്രത്തോട് പറയും. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ നെയ്വിളക്ക്, ചന്ദനത്തിരി, പ്രാർത്ഥന അതുപോലെ തുടങ്ങിയ ഭക്തിമാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാമി മാല ഊരുന്നതോടെ ഞാൻ ഓതിരം കടകം, മറുകടകം, വെട്ടിയൊഴിയൽ, വാൾപ്പയറ്റ് തുടങ്ങിയ അടവുകളിലേക്ക് മാറുമല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേദ, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ മാല ഇട്ടതോടെ വീട്ടിലും ഒരിത്തിരി സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറന്നു പോയതൊക്കെ ഓർത്തെടുത്തിട്ട് അതിന് നശിപ്പിക്കണോ എന്ന് വേദയോട് ചോദിക്കുമ്പം ശരി ഞാനത് അനുസരിക്കാം. ഒരിക്കലും ആരോടും ഇനി ഇത് പറയില്ല എന്ന് വാക്കും നൽകാം. പക്ഷേ മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് എനിക്ക് വാക്ക് തരാൻ കഴിയുമോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. അപ്പോൾ വിക്രം തല തിരിച്ചു. പറയണം സ്വാമി, വാക്ക് തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഇല്ലയോ? നീ അപ്പോൾ വിലപേശാണല്ലേ എന്ന് വിക്രം ചോദിക്കുക വേദയോട്. വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ. ഈ വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ ആ ഒരു സന്തോഷം ഏറെക്കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അതിലെനിക്ക് തീരെ തെറ്റ് തോന്നുന്നില്ല എന്നും പറഞ്ഞു. അപ്പം അത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ വാക്ക് തരാൻ പറ്റുന്നില്ല അല്ലേ? ശരി ആയിക്കോട്ടെ. അപ്പം ഞാനൊരു കാര്യം എന്തായാലും ഉറപ്പ് തരാം. നിങ്ങൾ മാലയിട്ടിരിക്കുന്ന കാലത്തോളം ഈ വിഷയം ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. അപ്പം അത് കഴിഞ്ഞോ? വാക്കല്ലേ സ്വാമി, പരസ്പരം പാലിക്കുമ്പോഴല്ലേ അതിനിച്ചിരി വിലയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരാൾ മാത്രം പാലിക്കുന്നതിൽ പരം മര്യാദകേട് വേറെന്താ ഉള്ളത് എന്നൊക്കെ വേദ ചോദിക്കാം. എപ്പോൾ? ശരിക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന നേരം വെളുത്ത ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ്. വേദ ഇങ്ങനെ വരുന്നു. വീട്ടുമുറ്റത്തൊരു കാറ് കൊണ്ടുവന്ന് നിർത്തി. വേദ നോക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മേന്ന് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. വേദമോളേന്ന് വിളിച്ച് അച്ഛമ്മ വന്നോന്ന് ചോദിച്ചു. നീ ഇങ്ങനെ ഒന്നും പറയണ്ട, നിനക്ക് എന്നോട് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള സ്നേഹമുള്ളൂ എന്ന് പറയുമ്പം അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞെന്ന് വേദ ചോദിച്ചപ്പം അതെ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ഒന്നും നിനക്ക് എന്നെ വീഡിയോ കോൾ വിളിക്കാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് അച്ഛമ്മയ്ക്ക് അവിടെ തിരക്കാണെന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് വേദ പറഞ്ഞു. എന്ത് തിരക്ക്, അവിടെ ഗംഗാധരനെ നോക്കാൻ ഹോം നേഴ്സും മറ്റുള്ളവരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഫ്ലാറ്റിനുള്ളിൽ അത്തിമരത്തിലെ കുരങ്ങത്തി ഇരിക്കണത് പോലെ ഒരേ ഇരിപ്പാണെന്ന് അച്ഛമ്മ പറയുമ്പം മുംബൈ അല്ല അച്ഛമ്മേ, സമയം പോകാനാണോ പ്രയാസം എന്ന് വേദ ചോദിക്കുമ്പം എന്ത് മുംബൈ? ഫ്ലൈറ്റ് ഇറങ്ങി കാറിൽ കയറി ഫ്ലൈറ്റിൽ ചെന്നു, ലിഫ്റ്റിൽ കയറി വീട്ടിൽ ചെന്നു, മുറിയിൽ കയറി, കാര്യം കഴിഞ്ഞു. പിന്നെ അത് തന്നെ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറി, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി, കാറിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റിൽ കയറി. ബോറടിച്ചു മരിച്ചു ഞാനൊന്നും പറഞ്ഞു നിൽക്കുക. വെറുതെ അല്ല, റീൽസ് ഒന്നും കാണാത്തതല്ലേന്ന് ചോദിച്ചപ്പോൾ അതിനെ കണ്ടന്റ് വേണ്ട എൻ്റെ കുട്ടിയെ. അപ്പോൾ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയാൽ പുട്ടുംകുറ്റി ആകാശത്തേക്ക് കുത്തി നിർത്തിയേക്കുന്ന പോലെ കുറെ കെട്ടിടങ്ങൾ. താഴേക്ക് നോക്കിയാലോ എൻ്റെ ദേവിയെ, തീപ്പെട്ടിക്കൂടെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കുറേ എണ്ണങ്ങൾ വേറെയും. താഴെയും തിരക്ക്, ആകാശത്തും തിരക്ക്. ഈ വീട്ടിൻ്റെ അകത്തേക്ക് വന്നാലോ അവൻ്റെ ഭാര്യയ്ക്ക് തിരക്ക്, മോന് തിരക്ക്, മോൻ്റെ ഭാര്യയ്ക്ക് തിരക്ക്, പേരക്കുട്ടിയും അവനും വരെ അതിലേറെ തിരക്കോട് തിരക്കുള്ള ഒരു ജീവിതം. അച്ഛമ്മേ എനിക്ക് ബോംബെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അത് പിന്നെ ഞാൻ കൊണ്ടുവരാതിരിക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ അച്ഛമ്മ. അല്ല മോളെ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. നിങ്ങൾ താമസിക്കുന്ന മുറി കത്തിപ്പോയെന്ന് കേട്ടല്ലോ. അപ്പം അതേ അന്ന് തീ പിടിച്ചായിരുന്നു, അപ്പോഴേക്കും അണച്ചു എന്ന് വേദ പറഞ്ഞു. അച്ഛമ്മ നോക്കിയപ്പോൾ എല്ലാം സെറ്റായി. അപ്പം തീ പിടിച്ചതോ അതോ? അതൊക്കെ വിട്ട് കള അച്ഛമ്മേ, ഇനി അതിൻ്റെ പുറകെയൊന്നും പോവാൻ നിൽക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട. എന്തായാലും മോൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതിയൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛമ്മ പറയുക. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പം ഇത് നേരത്തെക്കാളും നന്നായിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടോ.
അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുട്ടി അടിച്ചാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് സാധന, അതൊക്കെ ഉണ്ട് അച്ഛമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വേദ. എന്നിട്ട് പിന്നെ അകത്ത് കയറി ചെന്ന് നോക്കി, എല്ലാം അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയായെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അച്ഛമ്മയ്ക്ക് വന്നേന്ന് പറഞ്ഞു വേദ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ വിക്രം ഓടി വന്ന് അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് അച്ഛമ്മയെ കണ്ടതും അങ്ങ് മാറി നിന്നേടാ, നീങ്ങിക്കിടാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്തുക. ഞാൻ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് വരുന്നതാ, ദേഹത്ത് തൊട്ട് അശുദ്ധാവണ്ടെന്ന് പറയുമ്പോൾ അച്ഛമ്മയെ തൊട്ടതുകൊണ്ട് ഒരു അശുദ്ധി ഉണ്ടാവില്ല, അത് കയ്പസ്വാമിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചു. എന്തായാലും തീരുമാനം അസലായിട്ടാ മോളെ എന്ന് അച്ഛമ്മ പറയാം. അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ നിന്നെ എന്നും പറഞ്ഞു. ശരി, ഞാൻ ഒന്ന് പുറത്ത് പൊട്ടിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു വിക്രം പുറത്തേക്ക് പോവുക. അപ്പോൾ വേദ ഓടി ഇറങ്ങി ചെന്നിട്ട് അതെ അച്ഛമ്മ വന്നിട്ടുള്ളതാ, ഒരുപാട് കിടന്ന് കറങ്ങാൻ നിൽക്കണ്ട, പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞ് വിക്രത്തെ വേദ പറഞ്ഞു വിടുക. അപ്പൊ എന്താ ഒരു സ്വകാര്യം എന്ന് അച്ഛമ്മ ചോദിച്ചു. ഒന്നുമില്ല, വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ളതാ, നേരത്തെ വരണമെന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്ന് ഞാനും വരാട്ടോ എന്ന് അച്ഛമ്മ പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. കേട്ടല്ലോ, അച്ഛമ്മയും വരും, അപ്പോൾ ശരി കേട്ടോ എന്ന് പറഞ്ഞു വേദ പറഞ്ഞു വിട്ടു. എന്നിട്ട് വേദ നേരെ ചെന്നു. അപ്പോൾ നമ്മുടെ അച്ഛമ്മയെ കണ്ടത് വന്ന് റീൽസ് അമ്മച്ചി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി നിൽക്കുക കേട്ടോ. എന്താടി നീ പറഞ്ഞേ, റോസമ്മച്ചിന്നോ എന്ന് അച്ഛമ്മ. ഈശ്വര, എന്തൊരു കാതാ ഇവർക്ക്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛമ്മേ. ഇല്ല അച്ഛമ്മേ പറഞ്ഞു, അച്ഛമ്മയെ കളിയാക്കിയതാ റീൽസ് അമ്മച്ചി എന്നും പറഞ്ഞു വേദ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നീ ആരാടി എന്നെ കളിയാക്കാൻ ചോദിച്ചു നന്ദിനിയുടെ ചെവി പിടിച്ച് കിഴുക്കി അങ്ങ് എടുത്തു. വീടച്ചമ്മേ എന്ന് പറഞ്ഞു നന്ദിനി. റീൽസ് അമ്മച്ചിയാണ് അത്ര, ആണെങ്കിൽ നിനക്കെന്താടി ഛേദം എന്ന് അച്ഛമ്മ നന്ദിനിയോട് ചോദിക്കുക. അപ്പോൾ വേദമോളെ, ഇവിടെ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടല്ലോ, എന്നാ ഇവളുടെ മുഖത്തുണ്ടോയെന്ന് നോക്കിക്കേ. ഇത് എന്തൊരു കെട്ട ജന്മമാണെന്ന് ചോദിക്കുക. ഇവളുടെ മുഖം കാണുമ്പോഴൊക്കെ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുമെന്ന് പറഞ്ഞു. പറയട്ടെ അത്, എന്താ അച്ഛമ്മേ, പറ അച്ഛമ്മേ എന്ന് പറഞ്ഞു വേദ. കുറുക്കൻ കീഴ്ശ്വാസം വിട്ടതുപോലെയെന്ന്. അപ്പോഴത്തേക്ക് നന്ദിനി അയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ഈ ഒച്ച കേട്ടുകൊണ്ട് അമ്മയുടെ ചിരിയല്ലേ എന്ന് ചോദിച്ചു അടുക്കളയിൽ നിന്ന് നമ്മുടെ കമല. എന്നിട്ട് പിന്നെ അവർ ഓടി ചെല്ലുക. ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ആ അച്ഛമ്മ ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അച്ഛമ്മയെ വിളിച്ച് അവിടെ ഇരുത്തുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് ഓടി ചെന്നു കമല. അങ്ങനെ കെട്ടിപ്പിടിക്കലും സ്നേഹമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം സുഖല്ലേ മോളെ എന്ന് ശ്രീജയോട് ചോദിക്കുമ്പോൾ അതെ അച്ഛമ്മയെന്ന് പറയും. അച്ഛമ്മയ്ക്ക് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചു. കാപ്പിയൊക്കെ വേണം, പക്ഷെ മോൾ ഇടണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ നിൽക്കുക. അതും പുന്നാര വേദമോൾ ഇട്ട് തരണമായിരിക്കും എന്ന് മനസ്സിൽ നന്ദിനി പറയുക. അപ്പോൾ അതേ ശ്രീചേച്ചി, അച്ഛമ്മയ്ക്ക് വേദ കാപ്പി ഇടുന്ന ഇഷ്ടം, അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു നന്ദിനി. അപ്പോൾ ആര് പറഞ്ഞു എനിക്ക് നീ കാപ്പി ഇട്ട് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാനോ എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇനി മുതൽ കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നതും കുഴമ്പിട്ട് തരുന്നതും എല്ലാം നീ തന്നെ മതി, വേറെ ആരും വേണ്ടാന്ന് അച്ഛമ്മ പറയുന്നു. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ ചിരിച്ചു. എന്താ കമലേ, ശരിയല്ലേ? അപ്പോൾ എത്ര ദിവസത്തേക്കാ? അത് അമ്മയുടെ എത്ര കാലം ഉണ്ടോ അത്രയും എന്ന് കമലയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു വിടും നന്ദിനി. അപ്പോഴത്തേക്കും കൊണ്ടുവന്ന സ്വീറ്റ്സ് ശ്രീജ എടുത്ത് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. പോയ നന്ദിനി പറഞ്ഞു ഒന്ന് സ്വീറ്റ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രീജ എടുത്തി ഇവിടെ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകും അച്ഛമ്മേ, കറി പൗഡറും മസാല പൗഡറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്. അപ്പോൾ ഉടനെ അത് ഉണ്ടാക്കും അച്ഛമ്മ എന്ന് പറയുമ്പം ആണോ എന്ന് പറഞ്ഞ അച്ഛമ്മയും ഭയങ്കര ഹാപ്പി. അപ്പം നല്ല സമയത്താണല്ലോ എൻ്റെ വരവെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ അതെ, അതിൻ്റെ കൂടെ അച്ഛമ്മയുടെ കിടിലൻ പലഹാരങ്ങളും കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഉഗ്രനായിരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ വേദ. അപ്പം പിന്നെ എന്താ സംശയം, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴും കുത്തിത്തിരിപ്പുമായിട്ട് വന്ന് നന്ദിനിക്ക് നല്ല മറുപടി നമ്മുടെ അച്ഛമ്മ കൊടുത്തു. അങ്ങനെ നന്ദിനി എല്ലാവരും കൂടെ എടുത്ത് ഉടുക്കുവാണ്. അപ്പോൾ എന്താ ശ്രീജയുടെ ബിസിനസ്സിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീ പ്രൊഡക്ട്സ് എന്നാണെന്ന് അച്ഛമ്മയോട് പറഞ്ഞു ശ്രീജ. അപ്പോൾ കുറേ കാലം മുടങ്ങിക്കിടന്ന അമ്മിണീസ് കിച്ചൻ്റെ പുതിയ റീലിൽ നമുക്ക് ശ്രീ പ്രോഡക്ട്സ് വെച്ച് ആരംഭിക്കാം അല്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.